ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ ചുമയൊക്കെ ഇത്തിരി സമാധാനം ഉണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറേ ദിവസമായി ഞാൻ കടയിൽ പോയിട്ടാ. അപ്പം ഇന്ന് വരുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നു. എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എവിടെ നോക്കിയാലും ഇറുമ്പിൻ്റെ ഒരു 5 കളിയാട്ടോ. അപ്പം ഇന്ന് നമുക്ക് ഞാൻ കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ട്. മാന്തൾ, നങ്കി മീൻ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അത് ഇന്ന് കുറച്ച് നമുക്ക് നാടൻ കറിയൊക്കെ കൂട്ടി ഇന്ന് ചോറ് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത്തിരി മല്ലിത്തളയും കറിവേപ്പിലയൊക്കെ നല്ല ഫ്രഷ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് കിട്ടില്ല, എല്ലാത്തപ്പം ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ കുറച്ച് മല്ലിത്തള, വെണ്ടിക്ക വെച്ചിട്ട് വന്നിട്ടുണ്ട്. ഇതെങ്ങനെ മുറത്തിൽ തന്നെ ഉണക്കമീൻ കറിയിൽ വെണ്ടിക്ക ഇടില്ലല്ലോ. ഇനി വെണ്ടിക്കല്ല, സോറി, മല്ലിത്തള ഇടില്ല. മല്ലിത്തള രസത്തിലേക്കൊക്കെ ഇടുള്ളൂ. നമുക്ക് കവറിലാക്കിയൊക്കെ. അപ്പോൾ ഞാൻ മീനിലിടാൻ വേണ്ടി ഒരു വാഴക്ക, 2 കത്തിരിക്ക ഒക്കെ മേടിച്ചിട്ട് വന്നു. കുറച്ച് ക്യാരറ്റ്, കുറച്ച് വെണ്ടയ്ക്ക, അതൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കട്ടെ കേട്ടോ. ആദ്യം നമുക്ക് കുറച്ച് പുളി വെള്ളത്തിലിടണം. മൺചട്ടിയിൽ വെക്കണോ സാധാ ചട്ടിയിൽ വെക്കണം? സാധാ ചട്ടി വെക്കാം. മൺചട്ടി ഗ്യാസിൽ വെച്ചാൽ മുതലാവില്ല. ഇതിൽ കുറച്ച് പുളി വേണം കേട്ടോ. കുറച്ച് പുളിയും കുറച്ച് കൈപ്പുളിയും ഇട്ടാൽ തന്നെ നമ്മുടെ ഉണക്കൽ കറി നല്ല അടിപൊളിയാവുള്ളൂ. റിയാസ്ക്കൊക്കെ ഇവിടെ പുളിയേ ഇഷ്ടമല്ലേ, പക്ഷെ എനിക്ക് നല്ല പുളി വീത്തിയിട്ടുള്ള കറിയാണ് ഇഷ്ടം. അപ്പോൾ കുറച്ച് ഞാനിത് എത്ര പുളി എടുത്തിട്ടുണ്ട് കേട്ടോ. എത്ര പുളിയും ഇത് കുറച്ചും കൂടി വേണം, മതിയില്ലേ. റിയാസ്ക്കൊക്കെ ഒരുപാട് പുളി ഇട്ട് കഴിഞ്ഞാൽ ഇഷ്ടം ഉണ്ടാവില്ല. ഞങ്ങളൊക്കെ ഇട്ടിട്ട് ചാർക്ക് കൂട്ടാണ്ടിരിക്കണ്ട എന്തായാലും അറിയില്ലേ. വെക്കാനാണ് കേട്ടോ പുളി കുറവ്. നല്ല കടലച്ചാറായ കാരണം അത്ര ചോറ് കുറച്ച് വളർത്തി. പുളി ഞാനിതാ കുറച്ച് എടുത്തിട്ടുണ്ട്, നല്ല കഴുകിയിട്ട് അതിന് നമ്മുടെ വാഴയ്ക്കും കത്തിരിക്കൊക്കെ ഒന്ന് മുറിക്കാം. അതിന് ഇതൊന്ന് കുതിരട്ടെ. അവിടെ കിടന്ന് കുതിരും. ഇവിടെ നല്ല എലിൻ്റെ ശല്യം കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, ആർക്കെങ്കിലും ചുമ ഉണ്ട് എന്ന് പറഞ്ഞാൽ സ്വിച്ച് ഇട്ട പോലെ ചുമ വരികയാണെങ്കിൽ മരുന്ന് കഴിച്ചാൽ മതി കേട്ടോ, അപ്പം മാറും. ഞാനത് ലാസ്റ്റ് പറയാൻ വേണ്ടിയില്ല. അതിനായിട്ട് ഞാൻ ഒരു ചെറിയൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. സ്വിച്ച് ഇട്ട പോലെ അവിടെ നിൽക്കും. സ്വിച്ച് ഇട്ട പോലെ ചുമന്ന് ഞാൻ 1 മാസമാണ് ചുമയ്ക്കാൻ മൂത്രം പോവുക. 1 മാസം ഇടങ്ങറായപ്പോൾ എന്നെ പോലെ ഇടങ്ങറാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ കത്തിരിക്ക് ഒന്ന് ലേസം കുറച്ച് ഇത് 2 കത്തിരിക്ക ഉണ്ട്, പക്ഷെ 1 കത്തിരിക്ക ഞാൻ എടുക്കുന്നുള്ളൂ. ഇത് കുറച്ച് മുറിച്ച് ഇത് ഈ ചെറിയ ഉള്ളി 1 പച്ചമുളകും നമ്മൾ തേങ്ങയിലിട്ട് അരക്കാനുള്ള കേട്ടോ. അത് അപ്പോഴാണ് ആ ഒരു മീൻകറി ഇങ്ങനെ വെക്കാത്തവർ വെച്ച് നോക്കുക. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും, കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഞാൻ ഇത് രണ്ടും ഒന്ന് വെള്ളത്തിൽ മുറിച്ചിട്ടെ. കത്തിരിക്കായിൽ പുഴു ഉണ്ടോ നോക്കണം കേട്ടോ. പുഴു ഉണ്ടെങ്കിൽ നമ്മൾ കുടുങ്ങും. കാണാൻ നല്ലതായിരിക്കും, പക്ഷെ അത് മുറിക്കുമ്പോഴായിരിക്കും. പക്ഷെ ഇത് കുഴപ്പമില്ല കേട്ടോ, നല്ല കത്തിരിക്കയാണ്. ഇതിൻ്റെ കറ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളത്തിൽ മുറിച്ച് നമ്മൾ. വാഴക്ക പിന്നെ ഞാൻ തൊലിയൊന്നും കളയില്ല കേട്ടോ, ഇങ്ങനെ ഇതോടെ മുറിച്ചങ്ങോട്ട് ഇടും. കുഴപ്പം, നമ്മൾ പൊതുവേ വാഴക്ക ഉപ്പേരിയൊക്കെ വെക്കലുണ്ടല്ലോ. റിയാസ്ക്കാർക്ക് ഇന്നത്തെ കറിയൊന്നും ഇഷ്ടമല്ല കേട്ടോ, എന്നാലും എനിക്ക് വേണ്ടി ഇന്ന് ഞാൻ വെക്കണം. പനിച്ച ശേഷം നല്ലൊരു കറി കൂട്ടിയിട്ട് കുറേ ആയിരിക്കും. ഇത് റിയാസ്ക്ക കൂട്ടൂല എന്നല്ല, എന്നാലും റിയാസ്ക്കൊക്കെ മീൻ കറിനോടൊന്നും അത്ര ഇഷ്ടമല്ല. റിയാസ്ക്കൊക്കെ നല്ല മീൻ കറിയൊക്കെ ആണെങ്കിൽ കൂട്ടിക്കോളും. ഞാൻ പച്ചമുളകും ഇതിൻ്റെ ഒപ്പം കയ്യോടെ പച്ചമുളക് കഴുകണം. ചെറിയ ഉള്ളി
എൻ്റെ ചുമ മാറിയിട്ടാ, എന്നാലും ചെറുതായിട്ടുണ്ട്. അത് ഞാൻ 1 മാസം ചുമച്ചതല്ലേ, അതുകൊണ്ടാണ്. പക്ഷെ അത് എന്നാലും എത്രയും നല്ല വേഗം ആശ്വാസം കിട്ടും, മാറും. ഞാൻ അങ്ങനെ ആയിരുന്നു മക്കളെ, പെട്ടെന്ന് വേഗം മാറി എൻ്റെ. ശരിയപ്പം ഞാനത് ചെയ്തിട്ട് കറി വെക്കുമ്പോൾ കാണിക്കാട്ടോ. ഞാൻ തേങ്ങ പൊട്ടിക്കണ കാണിക്കില്ല കേട്ടോ. കൊടുവാളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണിച്ചാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു തേങ്ങ കണ്ടോ, 40 ഉറുപ്പ്യ വിലയാണ് മക്കളെ. കുറേയാണ്, എന്നാലും എനിക്ക് തേങ്ങ വെള്ളം ഇഷ്ടം. ഉള്ളു നോക്ക് കാമ്പേ ഇല്ല കണ്ടോ, 40 ഉറുപ്പ്യൻ്റെ മുതലാണ്. നമ്മൾ പാവങ്ങൾക്കൊന്നും മുതലാവില്ല. ഞാൻ തേങ്ങ വാങ്ങിയിട്ട് കുറേ ആയി. ശരി, നിറയെ വെള്ളം ഉണ്ട് കേട്ടോ. ചുമയാണെങ്കിലും തേങ്ങ വെള്ളം കുടിക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചിരവട്ടം. അപ്പത്തിന് ഇത് ഇത്തിരി നേരം ഒന്ന് വെള്ളത്തിൽ കടന്നൊന്ന് ഇതാകട്ടെ. തേങ്ങ ചിരവണം. ഒരു വലിയ മൂടി തന്നെ എടുക്കാം കേട്ടോ, ചെറുത് പിന്നെ എന്തെങ്കിലും. അപ്പോൾ ഞാൻ തേങ്ങയിൽ ഇടാനാണ് കേട്ടോ ഈ ചെറിയുള്ളിയും പച്ചമുളകും. അപ്പോഴാണ് ആ ഒരു വാസനയൊക്കെ കിട്ടുള്ളൂ ചാറിന്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. ഇഷ്ടമായാലും ഇല്ലെങ്കിലും എല്ലാവരും ലൈക്ക് അടിക്കുക കേട്ടോ. ലൈക്ക് അടിക്കുക, കമൻറ്റൊക്കെ ഇടുക. എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ഇട്ടോളില്ലോ. ഇന്നിപ്പോൾ വീഡിയോക്ക് ഇത്തിരി ലെങ്ത്ത് കൂടുതലായിരിക്കും. എൻ്റെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനിതൊന്ന് ചിരവട്ടെ കേട്ടോ. മേലെ കേട്ടോ ക്യാമറ വെച്ചിട്ടുണ്ട്. തേങ്ങയിൽ ഇടാനുള്ള ഉള്ളി എല്ലാം ഉള്ളി വേണം. അപ്പോൾ ഇതൊന്ന് ചേർത്തില്ല കേട്ടോ. തേങ്ങ നമുക്ക് കട്ടിയിൽ കുറുങ്ങനെ പുളിയോടെ നമുക്ക് ഉണക്കച്ചാറ് കൂട്ടി ചോറ് വയ്ക്കാം. പിന്നെ മാക്സിൻ്റെ ഇവിടെ ഇത്തിരി അടി വിട്ടിട്ടുണ്ട്. എന്നാൽ ഞാനിങ്ങനെ മൂടി വെച്ച് തേങ്ങ വെള്ളം പകുതി പോയി കേട്ടോ. താഴത്ത് 1 ഗ്ലാസ് വെള്ളം കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ ചിരണ്ടിയിട്ട് കാണിക്കാം കേട്ടോ, അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത്തായി പോകും. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ. നമ്മുടെ തൊട്ട് വിടുത്ത് താത്ത ഉണ്ടല്ലോ, ബേബി താത്ത എന്ന് ഞാൻ വിളിക്കാം. ആ താത്താൻ്റെ ഉമ്മാക്ക് ഇന്നലെ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ കണ്ടു, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. സൂക്കടുകളൊക്കെ ഉണ്ട്, പക്ഷെ ഇന്നലെ പോകുമ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അമ്മക്ക് പെട്ടെന്ന് ഇന്ന് വെയ്യാണ്ടായി, ഇന്നലെ രാത്രി വെയ്യാണ്ടായി ICUലാണ്. നിങ്ങളെല്ലാവരും അമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ. വേഗം ഒന്നും ഇല്ലാണ്ട് ശരിയായി വരാൻ വേണ്ടിയിട്ട്. എനിക്ക് തേങ്ങ ചിരവം ഇഷ്ടമില്ലാത്തൊരു പണിയാട്ടോ തേങ്ങ ചിരവനത്. ഭയങ്കര മടിയാണ് തേങ്ങ ചിരണ്ടാൻ. ആരും ചെരണ്ടി തന്ന സാറായി. ചെരണ്ട എനിക്ക് ഭയങ്കര മടി. റിൻസിക്കും മടിയാണ്. റിൻസിനോട് ചെരണ്ടി തടി പറഞ്ഞാൽ അവളും ചെരണ്ടി തരില്ല. ചിരണ്ടിട്ടോ. ഇഷ്ടമില്ലാത്ത പണിയാണെങ്കിൽ നമ്മൾ തന്നെ ചെയ്യണ്ടേ. അങ്ങനെ ഒരു വിധത്തിൽ ചിരണ്ടി എടുത്തിട്ട് മക്കളെ. റിൻഷിമോൾക്ക് ഞാൻ രാവിലെ ഉള്ളിവാട്ടിയും ചോറുണ്ട്, ഉള്ളിവാട്ടി അതായിരിക്കും. അവൾക്ക് അതാ ഇഷ്ടമായിട്ട് അതാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ ചിരണ്ടി എടുത്ത്. ചിരണ്ടിയുടെ പാട് വലിയ പാട്. അപ്പം എൻ്റെ പാചകവും കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ കാണുക, ലൈക്ക് കടിക്കട്ട. എൻ്റെ മിക്സി കംപ്ലൈൻ്റ് ആണ്, തണുപ്പടിച്ചിട്ട് വർക്ക് ചെയ്യുമെന്ന് അറിയില്ല. എന്തായാലും നോക്കാം. ചെറിയ ജാറ് തന്നെ അതിലേക്ക് സെറ്റ് ആവുള്ളൂ. ചെറിയ ജാറ് ഞാൻ ചെറിയ ജാറിനോ വലിയ ജാറ് കുറച്ച് എന്നാലും ഒന്ന് കഴുകിയിട്ട് വരാം കേട്ടോ. ഇവിടെ കറണ്ട് ഇടക്കിടക്ക് പോകും. അപ്പോൾ വേഗം അരച്ച് വെച്ചില്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം ഉള്ളിയും പച്ചമുളകും കേട്ടോ ഈ കറിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത്. ഒരു പച്ചമുളക് ഇട്ടാൽ മതി. 2-3 ചെറിയുള്ളി വേണം, അതിനെ കറി നന്നായിരിക്കും. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. വലിയ ജാറുണ്ട്, പക്ഷെ അത് പേന്നുള്ളൊരു സൗണ്ട് ആയിരിക്കും. ഇത് ആദ്യം ഒന്ന് തിരിച്ചെടുക്കട്ടോ. ബാക്കി തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് നമ്മുടെ ബാക്കി തേങ്ങയും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കറി വെക്കാത്ത രീതിയിൽ വെച്ചു നോക്കട്ടെ. അത്
കൊള്ളൂന്നറിയില്ല. അതാണ് കുറേ നേരം അരിഞ്ഞ് കഴിയുമ്പോൾ ഒരു പ്രത്യേക സൗണ്ട് വരും. അതാണ് ഇതിൽ സംഭവം പേടി. നമുക്ക് തേങ്ങ അധികം അരയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. മതി, ഇത്ര അരഞ്ഞാൽ മതി. കറിയൊക്കെ ഞാൻ അരച്ച് വെച്ചാണ്. കറണ്ട് പോയി കഴിഞ്ഞാൽ അരക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ചട്ടി എടുത്തിട്ട് വരാം. ചട്ടി മതി. കഴുകി വെച്ചാണ്. ഇവിടെ വേലികളൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികളൊന്നും പിന്നെ അധികം ചാറ് ഒഴിച്ച് കഴിക്കില്ല. റിയാസ്ഖാനെ പോലെ നനക്കുള്ളൂ. അതുകൊണ്ട് എനിക്ക് 2 ദിവസത്തിനൊക്കെ വെക്കും ചാറ്. പിന്നെ നമ്മുടെ ഈ ഇതുണ്ടല്ലോ, കത്തിരിക്ക്, വാഴയ്ക്ക് സവാള ഇടണം. സവാള ഇട്ട് കൊടുക്കാതെ. എനിക്ക് എല്ലാത്തിലും സവാള ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ചൊല്ലി ചെത്തിട്ടോ. എന്താണ് വലിയുള്ളി വലിയുള്ളി നല്ലതാട്ടോ. നമുക്ക് എല്ലാത്തിൽക്കും ഇടാം. എന്തായാലും ഒരു തുണ്ട് ചെറിയ സവാള കേട്ടാണ് എനിക്ക് സമാധാനം. സവാള ഒന്ന് ഇടണം. 2-3 കഷ്ണം കിട്ടാം. നല്ലോണം വേഗട്ടെ. നമ്മളിത് നമ്മുടെ കായൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല. അപ്പൊ ഞാൻ ചട്ടിയിലേക്ക് വാഴയ്ക്ക് കത്തിരിക്ക് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് അടുപ്പത്തിലേക്ക് വെക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. കളറും കിട്ടാൻ. മല്ലിപ്പൊടി ഇടേണ്ട ആവശ്യമില്ല ഇതിൽ. ഇത് നല്ല എരിവുള്ള മുളക് പൊടി കേട്ടോ. അതുകൊണ്ട് ഒരു 2 സ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവില്ല കേട്ടോ കുറച്ച്. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഒരു പച്ചമുളക് ഇട്ടത് ഞാൻ ഉപ്പിലിട്ട് വെച്ച് പച്ചമുളക് ഇരിക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. ആവശ്യം ഉപ്പ് ഞാൻ അധികം ഇട്ട ഓർമ്മയില്ലാണ്ട്. മാന്തളിൽ ഉപ്പുണ്ടാവുമല്ലോ, ഞാൻ അറിയാണ്ട് ഇട്ടിട്ടാ. അധികമാവുമോ പിടിച്ചാനെ ഇടും ചെയ്യും. നമ്മൾ ഇതൊന്ന് വേഗട്ടെ കേട്ടോ. കിടന്നിട്ട് ഗ്യാസ് കൊടുക്കും. കരിയായോന്നാണ് പേടി. മാന്തൾ ഞാൻ 2 ഇടുള്ളൂ. ഇനി ഇത് നല്ലൊന്ന് വേഗട്ടെ. ആ ചളുക്ക് പിളുക്കുന്നൊന്ന് തിളക്കട്ടെ. ഇത് ഉള്ളി വാട്ടിയാണ്. ഇതൊന്ന് വേഗട്ടെ. മെയിനായിട്ടൊരു കാര്യം മറന്നു മക്കളെ. നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാൻ മറന്നു. തക്കാളി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. തള വരുന്നുണ്ട്. ഒന്ന് നല്ല ഉണ്ട് പുട്ട് പോലെ ഉണ്ട് വേണ്ട. ഞാൻ തക്കാളി മറന്നിടാൻ. അപ്പം ഇനി അതൊന്ന് വെന്തട്ടോ. പിന്നെ ഒരു കാര്യം കൂടി മറന്നു. എന്താ ഒരു മറവിയിട്ട കറിവേപ്പില നമ്മൾ ഇപ്പം തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് മൂടി വെക്കുക. നമ്മുടെ കറി നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ
തേങ്ങ ഇട്ട് കൊടുക്കണം. തേങ്ങ ഒപ്പം തന്നെ പുളി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാട്ടോ എന്താണ് വീഡിയോ ഓട്ടിക്കണമൊന്നുമില്ല. കൈയോടെ നമ്മുടെ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് പുളി ഇഷ്ടമുള്ള ആൾക്കാർക്ക് എത്ര വേണോ അതിനനുസരിച്ച് ഒഴിക്കാം കേട്ടോ. ഞാൻ പുളി ഒഴിച്ചു കൊടുക്കും. അത് കേട്ടോ. നിങ്ങൾക്ക് എത്ര കറി വേണോ അതിനനുസരിച്ചിട്ട് നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കേട്ടോ ഇനിയിപ്പോൾ ഉപ്പൊന്നും ഇടണ്ട കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് അതിലുണ്ടാവും. അപ്പം ഞാൻ ഒരു 4 മാന്തൾ കേട്ടോ. 4 മാന്തൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ലേസും കൂടി കറിയാക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇതും കൂടി പുളി പിഴിഞ്ഞ് വെച്ചു. ഇനി നമുക്കിത് നല്ല ഒന്ന് നോക്കട്ടെ, മൂടിയേക്കാം. ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ചാറിൻ്റെ റെസിപ്പി. വേറെ ലെവൽ കേട്ടോ. അങ്ങനെ ചാറ് വെക്കാത്തവർ വെച്ച് നോക്കുക, സൂപ്പറാണ്. ഇനി തിളച്ച് വന്നാൽ അങ്ങനെ ഇറക്കി വെച്ചാൽ മീൻ വെന്ത് തിളച്ച് ഇറക്കി വെക്കാം കേട്ടോ. സൂപ്പർ. ഇങ്ങനെ കറി വെക്കാത്തവർ വെച്ച് നോക്കുക. എൻ്റെ പാലക്കാട് നാടൻ ഉണക്കൽ കത്തിരിക്കയും വാഴക്കി ഇട്ടിട്ടുള്ള കറി. ഇതൊന്നും ഇല്ലെങ്കിലും വെറുതെ മാന്തളുണ്ടെങ്കിൽ നമുക്ക് മുളക് കറി പോലെ വെക്കാം. തേങ്ങ അരക്കണമെങ്കിൽ അരക്കാം, അല്ലെങ്കിൽ അത് തേങ്ങ വേണ്ടാത്തവർക്ക് വേണ്ട മുളക് കറി പോലെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം എന്തായാലും പറയാനൊന്നുമില്ല, വേറെ ലെവലാണ്. ഇത് കൂട്ടിയൊരു പിടി പിടിക്കണം. കുറേ ദിവസത്തിന് ശേഷം 2 പാത്രം ഉണ്ട്, അതൊന്നും കഴുകിയേക്കാം കേട്ടോ. ഇനി ഇതാ തിളച്ച വേറട്ടെ. അടിപൊളി. അപ്പോൾ ഇന്നത്തെ അടുക്കള പണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇങ്ങനെ കറി വെക്കാത്തവരൊക്കെ വെച്ച് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. ഇനിയിപ്പോൾ റിയാസ്ക്കാർക്ക് ചോറ് കൊടുക്കുക. ഇതിന് മോളെ വിളിക്കാൻ സമയമാവും. അങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ പോവുക കേട്ടോ. ബെഡൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞ് രാവിലെ നേരത്തെ ഇവിടെയൊക്കെ ഞാൻ അടിച്ചൊക്കെ വാരി തണുപ്പായാലും തുടക്കണില്ല. അപ്പോൾ എന്തായാലും ആ കറിയൊക്കെ നിങ്ങൾ വെക്കാത്തവരൊക്കെ വെച്ച് നോക്കാം കേട്ടോ. അങ്ങനെ വെക്കുന്നവരുണ്ടെങ്കിൽ പറയണേ. ഇത് നമ്മുടെ പാലക്കാട്ടേക്ക് ഈ കറിയൊക്കെ പ്രധാനം കേട്ടോ. ഓരോ ഭാഗത്തൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ എല്ലാവരും കൂട്ടുന്നൊരു കറിയാണ്. അപ്പോൾ അങ്ങനെ വെക്കാത്തവർ വെച്ചോട്ടേ ഉണ്ട് കേട്ടോ. ഞാൻ എൻ്റെ റെസിപ്പി കാണിച്ചത്. അപ്പം ഞാൻ അത് കൂട്ടി നല്ലൊരു ചോറൊക്കെ വയ്ക്കണം. അതിലേക്ക് പപ്പടം പൊരിച്ചതോ മുട്ട പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പപ്പടം ഉണ്ട്, മുട്ട ഇന്നലെ കുട്ടികൾക്ക് പൊരിച്ചു കൊടുത്തു. അപ്പോൾ എൻ്റെ ക്യാമറ കണ്ടോ, ഇവിടുന്ന് ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ ഒരു നീല കളർ വരുന്നുണ്ട് കേട്ടോ. അതെന്താണെന്നറിയില്ല, ക്യാമറേൻ്റെ പ്രശ്നമാണ്. കണ്ടോ, ചില ഭാഗത്ത് നമുക്ക് നീല കളറായിട്ട് കാണുന്നുണ്ട്, ചില ഭാഗത്ത് ബ്ലാക്കും. ഓരോ ഇതിൻ്റെ പ്രത്യേകതയും തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ മക്കളെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എല്ലാവരും ലൈക്ക് അടിക്കുക, കമൻറ്റ് ഇടുക കേട്ടോ. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.